ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു സിനിമ എക്സ്പ്ലെയിനർ. ഇന്ന് നമ്മൾ നോക്കുന്നത് സിൻ എന്ന് പറയുന്ന ഒരു വെബ് സീരീസിനെ കുറിച്ചിട്ടാണ്. ഹൈദരാബാദിലാണ് കഥ നടക്കുന്നത്. ഇപ്പൊ നീന എന്ന് പറയുന്നൊരു പെണ്ണ് അമേരിക്കയിൽ നിന്ന് നാട്ടിലേക്ക് എത്തുന്നു, അതായത് ഇവിടേക്ക് എത്തുന്നു. 5 കൊല്ലങ്ങൾക്ക് മുമ്പായിരുന്നു അവൾ അമേരിക്കയിലേക്ക് പോയിട്ടുണ്ടായിരുന്നത്. ഇപ്പൊ അവൾ ഇവിടേക്ക് തിരിച്ചു വന്നതിൽ ഒരു കാരണമുണ്ട്, അത് നമുക്ക് വഴിയെ നോക്കാം. അങ്ങനെ ഇപ്പൊ നാട്ടിലെ വീട്ടിലേക്ക് എത്തുന്ന സമയം അവിടുത്തെ വേലക്കാരി അവളെ സ്വീകരിക്കുകയാണ്. മോളെ, എത്ര നാളെ മോളെ കണ്ടിട്ട്, മോൾ ആളാകെ മാറിപ്പോയി. അമേരിക്കയിൽ അമ്മയൊക്കെ എന്ത് ചെയ്യുന്നു, സുഖമായിട്ടിരിക്കുന്നു എന്നൊക്കെ ചോദിക്കുന്ന സമയം അവരൊക്കെ സുഖമായിട്ടിരിക്കുന്നു എന്ന് നീന എന്ന് പറയുന്ന പെണ്ണ് വേലക്കാരിനോട് പറയുന്നു. അത് കഴിഞ്ഞിട്ട് അവള് നേരെ അവളുടെ മുറിയിലേക്ക് എത്തുവാണ്. മുറിയിലെത്തിയതും അവളാണെങ്കിൽ മുറിയിലുണ്ടായിരുന്ന അവളൊരു പഴയ പെട്ടി തുറക്കുന്നു. പണ്ട് സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവൾക്കൊരു പ്രണയം ഉണ്ടായിരുന്നു. സോ അവളുടെ പ്രണയമായിട്ട് റിലേറ്റ് ചെയ്ത കുറെ തിങ്സ് ആയിരുന്നു ആ പെട്ടിക്കകത്ത്. അങ്ങനെ ഇപ്പൊ അതെല്ലാം അവൾ എടുത്ത് നോക്കുവാണ്. ഇതേ സമയത്ത് അമേരിക്കയിൽ നിന്ന് അവളുടെ അമ്മ അവളെ കോൾ ചെയ്യുന്നു. ഒന്ന് പറയ പോലും ചെയ്യാതെ നീ ഇന്ത്യയിലേക്ക് പോയല്ലേ, നീ ഇത് എന്ത് ഭാവിച്ചാണെന്നൊക്കെ അമ്മ ചോദിക്കുന്ന സമയം ഇത്രയും നാളും അമ്മ എന്നെ കൺട്രോൾ ചെയ്തു, എന്നാൽ ഇനി അത് നടക്കില്ല, ഇനി ഞാൻ എനിക്ക് ഇഷ്ടമുള്ളതുപോലെ ഇവിടെ ജീവിക്കുമെന്നും പറഞ്ഞ് അവള് പെട്ടെന്ന് കോൾ കട്ടാക്കുന്നു. അങ്ങനെ ആ സീനോടെ കട്ടായ അടുത്ത സീനില് ഈ സ്റ്റോറിയിലെ നായികനെ കാണിക്കുവാണ്. അവളുടെ പേര് നന്ദിത. അവളുടെ വീട്ടില് അവളുടെ അമ്മയും അച്ഛനും ഒരു അനിയത്തിയാണുള്ളത്. അങ്ങനെ ഇപ്പൊ നായിക വീട്ടിലിരിക്കുന്ന സമയത്ത് അവളോട് അവളുടെ അമ്മ പറയുവാണ് നാളെ നിന്നെ കാണാൻ വേണ്ടി ഒരു ചെക്കനും കൂട്ടരും വരുന്നുണ്ടെന്ന്. ഇത് കേൾക്കുന്ന സമയത്ത് നമ്മുടെ നായിക വലിയ ഇൻട്രസ്റ്റ് ഒന്നും കാണിക്കുന്നില്ല. ചേച്ചിക്ക് പെട്ടെന്നൊരു കല്യാണം വേണമെന്ന് അനിയത്തി ചോദിക്കുന്ന സമയം ഈ കല്യാണം എത്ര വേഗം നടത്തിയില്ലെങ്കിൽ ഞങ്ങളെ പേരൻസിന് ഒരു സമാധാനം ഉണ്ടാവില്ല എന്ന് ഇത് കേട്ട് അവളുടെ അച്ഛൻ പറയുന്നു. ഇത് കേട്ടത് നായികയാണെങ്കിൽ ഭയങ്കര ഡെസ്പായി അവിടെ എഴുന്നേറ്റ് പോവാണ്. അയാളുടെ ഈ സംസാരത്തിൽ നിന്ന് നായികയ്ക്ക് എന്തോ ഒരു ബാഡ് പാസ്റ്റ് ഉണ്ടെന്ന് മനസ്സിലാവുന്നുണ്ട്. അതെന്താണെന്ന് നമുക്ക് വഴിയെ നോക്കാം. അങ്ങനെ ആ സീനോട് കട്ടായ അടുത്ത സീനില് നമ്മുടെ നായകനെ കാണിക്കുന്നു. ആനന്ദ് എന്നാണ് നായകന്റെ പേര്. നായകൻ ഒരു സോഷ്യൽ വെൽഫെയർ ഓഫീസിലായിരുന്നു വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്, അവിടുത്തെ വുമൺ എംപവർമെന്റ് ടീമില്. അങ്ങനെ ഇപ്പൊ ഓഫീസിലേക്ക് എത്തുന്ന നായകൻ ലാപ്ടോപ്പ് എല്ലാം ഓണാക്കി അതിൽ പോൺ വീഡിയോസ് എല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നു. ബാക്കിയുള്ളവർ നോക്കുമ്പോൾ നായകൻ എന്തോ അർജന്റ് ജോലി സിസ്റ്റത്തിൽ ചെയ്യുന്ന പോലെ തോന്നുള്ളൂ. ഇതിൽ നിന്ന് തന്നെ നമ്മുടെ നായകന്റെ ക്യാരക്ടർ എങ്ങനെയുള്ളതാണെന്ന് നമുക്ക് മനസ്സിലായി. കുറച്ചുനേരം കഴിയുമ്പോഴേക്കും അവരുടെ ബോസ് അങ്ങോട്ട് വരുന്നു. നായകൻ സിസ്റ്റം നോക്കിയിരിക്കുന്ന കണ്ടിട്ട് അയാൾ എന്തോ പണിയെടുക്കുവാന്ന് വിചാരിച്ച് ബോസ് ആണെങ്കിലും നായകനെ അപ്രീഷിയേറ്റ് ചെയ്യുന്നു. ഈ സമയം നായകൻ പറയുകയാണ് സാറേ, നാളെ ഒരു ദിവസം എനിക്ക് ലീവ് വേണമെന്ന്. ഇത് കേൾക്കുന്ന ബോസ് എന്താ കാരണം എന്ന് ചോദിക്കുന്നു. നാളെ ഞാനൊരു പെണ്ണ് കാണാൻ പോവാണെന്ന് നായകൻ ഈ സമയം പറയുന്നു. അപ്പൊ ബോസ് ആണെങ്കിൽ അവന് ലീവും കൊടുക്കുന്നു. അങ്ങനെ ആ സീനോട് കട്ടായ അടുത്ത സീനില് നായകന്റെ വീട് കാണിക്കുന്നു. നായകനൊരു അനീതി ഉണ്ടായിരുന്നു. അവളുടെ റൂമിലേക്ക് കയറാനായിട്ട് സെപ്പറേറ്റ് ഒരു സ്റ്റെയർ കേസ് ഉണ്ട്. അങ്ങനെ ഇപ്പൊ അതുവഴി ആരും കാണാതെ ഒരു പയ്യൻ അവളുടെ മുറിയിലേക്ക് വരുന്നു. അത് അവളുടെ കാമുകനായിരുന്നു. അങ്ങനെ മുറിയിലേക്ക് എത്തിയതിനു ശേഷം അവിടെ വെച്ച് അവളുമായിട്ട് അവൻ റൊമാൻസ് ഒക്കെ ചെയ്യുവാണ്. അങ്ങനെ ആ സീനോട് കട്ടായ അടുത്ത സീനില് നീന എന്ന് പറയുന്ന പെണ്ണിനെയാണ് കാണിക്കുന്നത്. നാട്ടിലേക്ക് എത്തിയതിനു ശേഷം അവളാണെങ്കിൽ ആരെയോ ഒരുപാട് അന്വേഷിക്കുന്നതായിട്ട് കാണിക്കുന്നു. അങ്ങനെ ആ സീനോട് കട്ടായ അടുത്ത ദിവസം നായകന്റെ വീട്ടിലേക്ക് അവളെ പെണ്ണ് കാണാൻ വേണ്ടി ചെക്കനും അവന്റെ ഫാമിലി എത്തുവാണ്. വന്നിരിക്കുന്ന ചെക്കൻ നമ്മുടെ നായകനായ ആനന്ദാണ്. അങ്ങനെ ഇപ്പൊ ചെക്കനും വീട്ടുകാർക്കും പെണ്ണിന് ഒരുപാട് ഇഷ്ടമായി. പുറമെ ഒരു ധൈര്യശാലിനെ പോലെ തോന്നിയാലും അകമേ ഒരു പാവവും ഭയങ്കര പേടിയുള്ള ഒരാളുമാണ്. അങ്ങനെ ഇപ്പൊ പെണ്ണിനെല്ലാം ഇഷ്ടമായതുകൊണ്ട് തന്നെ ചെക്കനും പെണ്ണും ഒന്ന് മാറി നിന്ന് സംസാരിക്കട്ടെ എന്ന് ബ്രോക്കർ പറയുന്നു. അങ്ങനെ ഇപ്പൊ നായകനെയും കൂട്ടിക്കൊണ്ട് നായകൻ സംസാരിക്കാൻ വേണ്ടി മാറി നിൽക്കുന്നു. ഈ സമയം നായകന്റെ മേലുള്ള നായകന്റെ നോട്ടമൊന്നും അത്ര ശരിയല്ല. അതിനുശേഷം അവൻ നായകനോട് പറയുകയാണ് എനിക്ക് തന്നെ ഒരുപാട് ഇഷ്ടമായി, സോ എനിക്ക് തന്നെ കല്യാണം കഴിക്കാനും ഓക്കെയാണ്, താനും ഓക്കെ ആണെന്ന് ഞാൻ വീട്ടുകാരോട് പറഞ്ഞോട്ടെ എന്ന്. അതിന് നായിക ഓക്കെ എന്നുള്ള രീതിയിൽ തലയാട്ടുന്നു. അങ്ങനെ ചെക്കനും പെണ്ണും ഓക്കെ ആയതുകൊണ്ട് വീട്ടുകാർ ആ കല്യാണം ഉറപ്പിക്കുന്നു. എന്നാൽ നായകന്റെ പെരുമാറ്റത്തിൽ നിന്ന് അറിയാം അവൾക്ക് ഇപ്പൊ ഇങ്ങനെ ഒരു കല്യാണത്തിനോട് ഒട്ടും താല്പര്യമില്ലാന്ന്. പിന്നെ വീട്ടുകാരുടെ നിർബന്ധം കൊണ്ട് അവൾ ഇതിനൊക്കെ പറഞ്ഞു എന്നുള്ളൂ. അങ്ങനെ അവിടെ നിന്ന് കുറച്ച് ദിവസം കഴിഞ്ഞു പോകുന്നു. അങ്ങനെ വീട്ടുകാര് കല്യാണത്തിന്റെ ചടങ്ങുകളെല്ലാം ഒരുക്കുവാണ്. അങ്ങനെ അധികം താമസമില്ലാതെ അവരുടെ കല്യാണം കഴിയുന്നു. നായകന്റെ വീട്ടില് അവന്റെ അനിയത്തിയും അവന്റെ ഒരു ചേട്ടനും അയാളുടെ ഫാമിലിയൊക്കെ ഉണ്ടായിരുന്നു. നായകനെ കല്യാണം കഴിച്ച് വീട്ടിലേക്ക് എത്തിയതിനു ശേഷം നായികയാണെങ്കിൽ അവരോടൊന്നും പെട്ടെന്ന് അങ്ങനെ മിംഗിളാവുന്നില്ല. കാരണം നായിക ശരിക്കും ഒരു ഇൻട്രോവേർട്ടിനെ പോലെയായിരുന്നു. അധികം ആരോടും സംസാരിക്കില്ല, എല്ലാത്തിലും അവൾക്ക് കുറച്ച് പേടിയൊക്കെയാണ്. അങ്ങനത്തെ ഒരു ടൈപ്പ് ആയിരുന്നു അവള്. അങ്ങനെ അടുത്ത സീനിൽ കാണിക്കുന്നത് നായികന്റെയും നായകന്റെയും ഫസ്റ്റ് നൈറ്റ് ആണ്. അങ്ങനെ നായിക പാലും കൊണ്ട് റൂമിലേക്ക് വരുന്ന സമയത്ത് നായകനാണെങ്കിൽ അവളോട് ഇരിക്കാൻ പറയുന്നു. അങ്ങനെ അവള് കട്ടിലിരിക്കുന്ന സമയം ആ പാലും വാങ്ങി കുടിച്ച് അവൻ പെട്ടെന്ന് തന്നെ അവളെ കിസ് ചെയ്യാൻ തുടങ്ങുന്നു. ഈ സമയം നായിക അവനെ തടഞ്ഞിട്ട് അവനോട് പറയുവാണ് എനിക്ക് താനുമായിട്ടൊന്ന് അഡ്ജസ്റ്റ് ആവാൻ കുറച്ച് ടൈം വേണമെന്ന്. അവളിങ്ങനെ പറഞ്ഞത് നായകൻ പെട്ടെന്ന് നോർമൽ ആവുന്നു. കുറച്ചുനേരം അവൻ അതേപോലെ തന്നെ അവളുടെ അടുത്തിരിക്കുവാണ്. എന്നാൽ കുറച്ചു നേരം കഴിഞ്ഞതും അവനാണെങ്കിൽ കൺട്രോൾ പോകുന്നു. ശരിക്കും അവനെ കൺട്രോൾ ചെയ്യാൻ കഴിയുന്നില്ല. കാരണം അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ് നായകൻ എന്ന് പറയുന്നുണ്ടായിരുന്നല്ലോ. അവനുമായിട്ടൊന്ന് അഡ്ജസ്റ്റ് ആവാൻ കുറച്ച് ടൈം വേണമെന്ന് അവൾ പറഞ്ഞതുപോലും കൺസിഡർ ചെയ്യാതെ അവൻ അവളുടെ ഡ്രസ്സ് എല്ലാം വലിച്ചു നീക്കി അവളുടെ പെർമിഷൻ ഇല്ലാതെ അവളുമായിട്ട് സെക്സ് ചെയ്യാൻ തുടങ്ങുന്നു. താൻ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടും ഇയാളെന്താ തന്നോട് ഇങ്ങനെ പെരുമാറുന്നത്, ഇയാൾക്ക് പറഞ്ഞൊന്നും മനസ്സിലായില്ലേ എന്ന് വിചാരിച്ച് നായികയാണെങ്കിൽ ഈ സമയത്ത് ഒരുപാട് ഫീൽ ആവുന്നു. എന്നാൽ അവൾക്ക് ഫീൽ ആവുന്നതോ അവൾ വിഷമിക്കുന്ന ഒന്നും കണക്കാകാതെ അവൻ ചെയ്യാനുള്ളത് മുഴുവൻ ചെയ്യുന്നു. അങ്ങനെ നായിക സങ്കടം കൊണ്ട് ഒരുപാട് കരയുവാണ്. പിറ്റേ ദിവസം രാവിലെ ഒരു 5 മണി കഴിയുമ്പോഴേക്കും ആരോ വന്ന് കഥകി തട്ടുവാണ്. നായിക പോയി കഥ തുറക്കുന്ന സമയം വന്നിരുന്നത് അവളുടെ നാത്തൂനായിരുന്നു, അതായത് നായകന്റെ ചേട്ടന്റെ ഭാര്യ. അടുക്കളയിൽ അർജന്റായിട്ട് തീർക്കേണ്ട കുറച്ച് പണിയുണ്ട്, വരാവോ എന്ന് ചോദിക്കുന്ന സമയം ഞാൻ വരാൻ ചേച്ചി എന്നും പറഞ്ഞുകൊണ്ട് നായിക നേരെ അടുക്കളയിലേക്ക് പോകുന്നു. ഈ സമയം നായികയ്ക്കാണെങ്കിൽ ഭയങ്കര ബോഡി പെയിൻ ആയിരുന്നു. കാരണം ഇന്നലെ രാത്രി അമ്മാതിരിയല്ലേ നായകൻ അവളോട് ചെയ്തത്. അങ്ങനെ ഇപ്പൊ തീരെ വൈകിലും നായിക അടുക്കളയിലേക്ക് എത്തി അവിടുത്തെ ജോലികളൊക്കെ ചെയ്യാൻ തുടങ്ങുവാണ്. അങ്ങനെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് അവിടേക്ക് നായകൻ അനിയത്തി വരുന്നത്. അങ്ങനെ അവിടേക്ക് വന്ന അവള് ഒരു കാഴ്ച കണ്ടാകെ ഞെട്ടുന്നു. കാരണം തറയിൽ മുഴുവൻ ബ്ലഡ് ആണ്. അങ്ങനെ അവള് ഏട്ടത്തി ഇതെന്താ പറ്റിയെന്ന് ചോദിക്കുന്നു.
അപ്പോഴാണ് നായിക ഇത് ശ്രദ്ധിക്കുന്നത്. അങ്ങനെ ഈ ഒരു കാഴ്ച കണ്ടതും അവള് പെട്ടെന്ന് ബോധം കിട്ടി അവിടെ വീഴുവാണ്. ഇന്നലെ രാത്രി നായകൻ അവളോട് ഹാർട്ട് സെക്സ് ചെയ്തില്ലായിരുന്നോ, അതുകൊണ്ട് അവൾക്ക് ബ്ലീഡിംഗ് ആയതായിരുന്നു അത്. അങ്ങനെ ഇപ്പൊ നായിക ബോധം കെട്ടി വീണുകൊണ്ട് അവര് പെട്ടെന്ന് തന്നെ അവിടേക്ക് ഡോക്ടറെ വിളിച്ചു വരുത്തുന്നു. അങ്ങനെ ഇപ്പൊ അവളെ ചെക്ക് ചെയ്ത് അവൾക്ക് വേണ്ട മരുന്നുകളെല്ലാം ഡോക്ടർ കൊടുക്കുവാണ്. അതിനുശേഷം നായകനോട് പറയുന്നു ഇന്ന പോലെ വിഷയങ്ങളുള്ളതുകൊണ്ട് കുറച്ച് ദിവസം അവളുമായിട്ട് സെക്സ് ചെയ്യാൻ പാടില്ല എന്ന്. അതിന് നായകൻ പാവത്താനെ പലയൊക്കെയും പറയുന്നു. നായകൻ ഇന്ന പോലെ ഒരു കാര്യം ചെയ്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചതെന്ന് അറിഞ്ഞിട്ടും നായകന്റെ അമ്മയാണെങ്കിൽ നായകന്റെ ഭാഗത്ത് നിൽക്കുന്ന പോലെയാണ് സംസാരിക്കുന്നത്. എന്നാൽ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിയ നായകന്റെ അനിയത്തി നായകന്റെ അടുത്ത് വന്ന് അവളുടെ ഭാഗത്ത് നിന്ന് അവളെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നു, അവളെ സമാധാനിപ്പിക്കുന്നു. അടുത്ത സീനിൽ അവളാണെങ്കിൽ അവളുടെ ബോയ് ഫ്രണ്ടിനെ കാണാൻ വേണ്ടി പോവുകയാണ്. അങ്ങനെ അവനെ കാണുന്ന സമയത്ത് അവള് വീട്ടിൽ നടന്ന ഈ കാര്യങ്ങളെല്ലാം അവനോട് ഷെയർ ചെയ്യുന്നു. കല്യാണത്തിന് മുമ്പ് നിന്റെ ചേട്ടന് ഗേൾ ഫ്രണ്ട്സ് ഒന്നും ഉണ്ടായിരുന്നില്ലേ? ഇങ്ങനെ അവൻ ചോദിക്കുന്ന സമയത്ത് അനിയത്തിയില്ല എന്ന് പറയുന്നു. അപ്പൊ അതാ കാരണം. ഇതിനു മുമ്പ് അയാൾ ഏതെങ്കിലും പെണ്ണുങ്ങളുമായിട്ട് ഇടപഴകിയിരുന്നെങ്കിൽ പെണ്ണുങ്ങളുടെ ഫീലിംഗ്സ് അയാൾക്ക് മനസ്സിലായേനെ. അങ്ങനെയാണെങ്കിൽ ഈ ഒരു രീതിക്ക് അയാള് നിന്റെ ഏട്ടത്തിനോട് പെരുമാറില്ലായിരുന്നു. അങ്ങനെ അവള് പറഞ്ഞ ഈ കാര്യങ്ങൾ കേട്ടതും അത് കറക്റ്റ് ആണെന്ന് അവളും പറയുന്നു. അങ്ങനെ ആ സീനോട് കട്ടായ അടുത്ത സീനിൽ നായകൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ആ സോഷ്യൽ വെൽഫെയർ ഓഫീസ് കാണിക്കുവാണ്. അവിടേക്ക് ഇപ്പൊ നീന എന്ന് പറയുന്ന പെണ്ണെത്തുന്നു. അങ്ങനെ അവള് നായകന്റെ ബോസിനെ കണ്ട് അയാളോട് പറയുവാണ്, സാർ ഞാൻ കഴിഞ്ഞ 5 കൊല്ലമായിട്ട് അമേരിക്കയിലായിരുന്നു. ഞാൻ നാട്ടിലേക്ക് തിരിച്ചെത്തിയപ്പോൾ സ്ത്രീ ശാക്തീകരണത്തിന് വേണ്ടി നിങ്ങളുടെ ടീം ചെയ്യുന്ന ഒരുപാട് പ്രവർത്തനങ്ങളെ പറ്റി ഞാൻ അറിയാനിടയായി. സോ എനിക്ക് ഇതിൽ പങ്കുചേർന്ന് നിങ്ങളോടൊപ്പം വർക്ക് ചെയ്താൽ കൊള്ളാന്നുണ്ട്. അങ്ങനെ നീന പറഞ്ഞ ഈ കാര്യം കേട്ടതും നായകന്റെ ബോസ് അതൊരു നല്ല കാര്യമല്ലേ, അമേരിക്കയിൽ നിന്നൊക്കെ ഇങ്ങനെ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരാൾ വരുന്നു എന്ന് പറഞ്ഞാൽ അത് വലിയ കാര്യമാണ്. മാഡത്തിന്റെ ആഗ്രഹം അവൾ വീണ്ടും നിർബന്ധിക്കുമ്പോൾ ശരി ആയിക്കോട്ടെ എന്നും പറഞ്ഞ് നായകൻ അവളുടെ കൂടെ വീട്ടിലേക്ക് ചെല്ലുന്നു. അങ്ങനെ നീന അവനോട് പറയുവാണ്, ഈ സമയത്ത് പൊതുവെ ഞാൻ ചായ ഒന്നും കുടിക്കാറില്ല, ലിക്കേഴ്സ് ആണ് കഴിക്കാറ്. തനിക്ക് ഓക്കെ ആണെങ്കിൽ നമുക്ക് കുറച്ച് ഡ്രിങ്ക്സ് അടിക്കാം. ഇത് കേട്ട അവനും ഓ ആയിക്കോട്ടെ എന്ന് പറയുന്നു. അപ്പൊ നീന എന്നൊരു 5 മിനിറ്റ് നിൽക്ക്, ഞാനൊന്ന് ഡ്രസ്സ് മാറിയിട്ട് വരാമെന്നും പറഞ്ഞുകൊണ്ട് നേരെ മുറിയിലേക്ക് പോകുന്നു. അങ്ങനെ മുറിയിൽ പോയ അവള് ഒരു നൈറ്റ് ഡ്രസ് വിട്ട് തിരിച്ചു വരുവാണ്. അങ്ങനെ അവളെ കണ്ടത് നായകൻ വായിൽ വെള്ളം ഇറക്കുന്നു. അങ്ങനെ നീന വന്ന് ഒരു ബോട്ടിൽ എടുക്കുന്നു. എന്നിട്ട് അവർ രണ്ടുപേരോട് മദ്യപിക്കാൻ തുടങ്ങുന്നു. 5 കൊല്ലത്തിന് ശേഷമല്ലേ താൻ നാട്ടിലേക്ക് വന്നത്, എങ്ങനെയുണ്ട് ഇവിടെയൊക്കെ താൻ എൻജോയ് ചെയ്യുന്നുണ്ടോ എന്ന് നായകൻ ചോദിക്കുന്ന സമയം പിന്നെ ഞാൻ ഒരുപാട് എൻജോയ് ചെയ്യുന്നുണ്ട്. അതിനേക്കാൾ ഉപരി ഇവിടെ വന്നപ്പം എനിക്ക് തന്നെ പോലെയുള്ള നല്ലൊരു സുഹൃത്തിനെ കിട്ടിയില്ലേ, അതിൽ ഞാൻ ഒരുപാട് സന്തോഷിക്കുന്നുണ്ടെന്നൊക്കെ അവള് പറയുന്നു. ഇത് കേൾക്കുന്ന ആനന്ദ് സന്തോഷം കൊണ്ടൊന്ന് ചിരിക്കുവാണ്. അങ്ങനെ മദ്യപിച്ച് ഒന്ന് കിക്കാവുന്ന സമയം അവള് നായകനോട് നമുക്കൊന്ന് ഡാൻസ് ചെയ്താലോ എന്ന് ചോദിക്കുന്നു. അയ്യോ ഡാൻസ് ഒന്നും എനിക്ക് വരില്ല എന്ന് പറയുന്ന സമയം അതൊക്കെ നമുക്ക് റെഡിയാക്കാമെന്ന് പറഞ്ഞുകൊണ്ട് അവള് നായകനെ കൊണ്ട് നിർബന്ധിച്ച് ഡാൻസ് എല്ലാം ചെയ്യിപ്പിക്കുന്നു. അങ്ങനെ അവര് തമ്മിൽ ഈ രീതിക്ക് കൂടുതൽ അടുക്കാൻ തുടങ്ങുന്നു. സ്ത്രീ ശാക്തീകരണത്തിന് വേണ്ടി അവരുടെ ടീമിന് പ്രവർത്തിക്കാൻ വന്ന നീന ഈ രീതിക്ക് നായകനുമായിട്ട് എന്തിനാ ക്ലോസ് ആവുന്നതെന്നൊക്കെ ഈ സമയം നമുക്കൊരു ചിന്ത വരും. അതിന് പുറകിലെ ഒരു ട്വിസ്റ്റ് ഉണ്ട്, അത് നമുക്ക് വഴിയെ നോക്കാം. അങ്ങനെ എന്തായാലും ഇപ്പൊ ഒരുമിച്ച് കുറെ നേരം ഡാൻസ് ചെയ്തിട്ട് ആ ഒരു ഫീലിംഗ്സിന്റെ പുറത്ത് നീനയാണെങ്കിൽ അവനെ കിസ് ചെയ്യുന്നു. പെട്ടെന്നാണ് അവൾ റിയലൈസ് ചെയ്യുന്നത് ഓൾറെഡി ആനന്ദിന്റെ കല്യാണം എല്ലാം കഴിഞ്ഞ് അയാൾക്കൊരു ഭാര്യ ഉള്ളതല്ലേ എന്ന്. അങ്ങനെ ഇപ്പൊ അവൾ അവൻ ഇന്നകന്ന് മാറുവാണ്. എന്നിട്ട് അവനോട് സോറി ഞാൻ ആ ഒരു ഫീലിംഗ്സിന്റെ പുറത്ത് അറിയാതെ ചെയ്തു പോയതാണ് ഇങ്ങനെ പറയുന്നു. ഇത് കേട്ടതും ആനന്ദ് അത് കുഴപ്പമില്ല എനിക്ക് പ്രശ്നമൊന്നുമില്ല എന്ന് പറയുന്നു. അപ്പോഴേക്ക് നീന വേണ്ട വേണ്ട താൻ പോവാൻ നോക്കുന്നു പറഞ്ഞുകൊണ്ട് അവനെ എവിടെ നിന്ന് ഇറക്കി വിടുന്നു. നല്ലൊരു ചാൻസ് മിസ്സായല്ലോ എന്നുള്ള രീതിയിൽ ഭയങ്കര ഡൗൺ ആയിട്ടാണ് നായകൻ അവിടെ നിന്ന് തിരിച്ചു പോകുന്നത്. അങ്ങനെ ഒന്ന് വീട്ടിലേക്ക് എത്തിയതും അവൻ നീനേനെ സ്വന്തമാക്കാൻ കഴിയാത്തതിന്റെ വിഷമം നായികയിൽ തീർക്കുന്നു. നീനേനെ പോലെ നായകനെ അസ്യൂം ചെയ്ത് അവളോട് അവൻ റൊമാൻസ് ചെയ്യുവാണ്, അതും ഭയങ്കര ഹാർഡായിട്ടുള്ള രീതിയിൽ. ഈ സമയം നായിക ഒരുപാട് വേദനിക്കുന്നുണ്ട്. അങ്ങനെ ആ സീനോടെ കട്ടായി അടുത്ത ദിവസം കാണിക്കുവാണ്. അന്ന് നായകന്റെ ബർത്ത്ഡേ ആയിരുന്നു. സോ ഇത് അറിയുന്ന സമയത്ത് ഫാമിലിയിലുള്ള എല്ലാവരും നായകനെ വിഷ് ചെയ്യുന്നു. നായകന്റെ അനിയത്തി എന്ന് നായകനോട് ഈ കാര്യം പറയുന്നുണ്ട്. എന്നാൽ ഈ സമയം നായകൻ ജസ്റ്റ് ഒരു ഹാപ്പി ബർത്ത്ഡേ മാത്രം പറഞ്ഞ് അവിടുന്ന് ജോലിക്ക് വേണ്ടി ഇറങ്ങുന്നു. അന്ന് ഓഫീസിലേക്ക് എത്തുന്ന നായകൻ നീനേനെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. നീന ഇതുവരെ എത്തിയിട്ടില്ല. ഇന്നലെ നടന്ന കാര്യം കൊണ്ട് ഇനി അവൾക്ക് തന്നോട് എന്തെങ്കിലും ദേഷ്യം ഉണ്ടാവുമോ, അവളിനി അതുകൊണ്ട് വരാതിരിക്കുവോ, ഇങ്ങനെയെല്ലാം നായകൻ ചിന്തിക്കുന്നു. എന്നാൽ കുറച്ചു നേരം കഴിയുമ്പോഴേക്കും അവൾ ഓഫീസിലേക്ക് വരുന്നുണ്ട്. എന്നാൽ നായകനോടൊന്നും മിണ്ടുന്നില്ല. എല്ലാ ദിവസവും ഓഫീസിലേക്ക് എത്തി അവൾ ആദ്യം തന്നെ നായകന്റെ അടുത്ത് വന്ന് സംസാരിക്കുമായിരുന്നു. എന്നാൽ ഇന്ന് പതിവ് തെറ്റിക്കുന്ന രീതിയിൽ ഓഫീസിലേക്ക് എത്തി അവള് നായകനോടൊന്നും സംസാരിക്കാതിരിക്കുന്ന കണ്ടിട്ട് നായകനാകെ സാഡാവുന്നു. ഇതേസമയം വീട്ടിലെ ജോലികളെല്ലാം തീർത്തിട്ട് ഒരു 10-11 മണിയാവുന്ന സമയത്ത് നായക ക്ഷീണം കൊണ്ടൊന്ന് കിടക്കുവാണ്. അങ്ങനെ അവളൊന്ന് മയങ്ങി പോകുന്നു. ഈ സമയം അവളുടെ മുറിയിലേക്ക് നായകന്റെ ചേട്ടൻ കയറി വരുന്നു. അങ്ങനെ അവൾ ഉറങ്ങിക്കിടക്കുന്ന കണ്ടിട്ട് അയാൾക്ക് അവളോട് ഒരു ഫീലിംഗ്സ് തോന്നുവാണ്. അങ്ങനെ ഉറങ്ങിക്കിടക്കുന്ന അവളുടെ ശരീരത്ത് അയാൾ പതുക്കെ ഒന്ന് ടച്ച് ചെയ്യുന്നു. ഈ സമയം നായിക പെട്ടെന്ന് ചാടി എഴുന്നേക്കുവാണ്. അങ്ങനെ ഇയാളെ കണ്ടത് അവൾ ആകെ ഷോക്കാവുന്നു. അങ്ങനെ അവൾ അയാളോട് ചേട്ടൻ എന്താ ഇവിടെ, എന്താ വേണ്ടതെന്നൊക്കെ ചോദിക്കുന്നു. ഈ സമയം അയാൾ പെട്ടെന്ന് അത് പിന്നെ ഞാന് കൊതുകുപാറ്റ് എടുക്കാൻ വേണ്ടി വന്നതാ, അതെവിടെ ഇരിക്കുന്നതെന്ന് ചോദിക്കുന്ന സമയത്ത് ഇതായിരിക്കുന്നു നായിക പറയുന്നു. അങ്ങനെ ഈ സമയം അയാൾ അത് എടുത്തുകൊണ്ട് നൈസായിട്ട് അവിടുന്ന് സ്കൂട്ടാവുന്നു. പാവം നമ്മുടെ നായിക പെട്ടെന്നൊന്ന് ഷോക്കായി പോയി. ദേഷ്യം വന്നാലും അവൾക്ക് റിയാക്ട് ചെയ്യാനുള്ള ധൈര്യമില്ലായിരുന്നു. അങ്ങനെ ആ സീനോടെ കട്ടായി അടുത്ത സീനിൽ വീണ്ടും നായകന്റെ ഓഫീസ് കാണിക്കുന്നു. ഇപ്പൊ ലഞ്ചിന്റെ ടൈം ആവുന്ന സമയത്ത് അവരെല്ലാവരും കൂടി ഒരുമിച്ച് ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഇരിക്കുവാണ്. സാധാരണയായിട്ട് നായകൻ കൊണ്ടുവരുന്ന ഫുഡ് നായകൻ നീനയ്ക്ക് ഷെയർ ചെയ്യുമായിരുന്നല്ലോ. ഇന്ന് അങ്ങനെ കൊടുക്കുന്ന സമയം അവളാണെങ്കിൽ അത് എടുക്കുന്നില്ല. ഈ സമയം ആനന്ദ് പെട്ടെന്ന് ഡെസ്പ് ആവുന്നു. എന്നാൽ കുറച്ചേരം കഴിഞ്ഞതും അവൾ ആ ഫുഡ് എടുത്ത് കഴിക്കുന്നു. അപ്പോഴാണ് ആനന്ദിന് മനസ്സിലാവുന്നത് അവൾക്ക് തന്നോട് ദേഷ്യമൊന്നും ഇല്ലാന്ന്. അങ്ങനെ ഇത് മനസ്സിലായതും ആനന്ദിന്റെ മുഖത്ത് ഒരു പുഞ്ചിരി വരുന്നു. ഇതേസമയം ആനന്ദിന്റെ വീട്ടില് ഇന്ന് നായകന്റെ ബർത്ത്ഡേ ആയതുകൊണ്ട് അവര് സെലിബ്രേറ്റ് ചെയ്യാനുള്ള കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. രാത്രി ചേട്ടൻ ജോലി കഴിഞ്ഞ് തിരിച്ചു വന്നതിന് ശേഷം കേക്ക് മുറിക്കാന്നൊക്കെ നായകന്റെ അനിയത്തി വീട്ടിൽ പ്ലാൻ ചെയ്യുകയും ചെയ്യുന്നു. അങ്ങനെ അന്ന് ഈവനിങ് ജോലിയെല്ലാം കഴിഞ്ഞിറങ്ങുന്ന നായകനെ കാണിക്കുന്നു. നീന ഇറങ്ങുന്ന സമയത്ത് അവനും അവളുടെ പുറകെ ഇറങ്ങുന്നുണ്ട്. എന്നാൽ അവൾ നായകനോടൊന്നും സംസാരിക്കാതെ നേരെ ഒരു ഓട്ടോ വിളിച്ച് വീട്ടിലേക്ക് പോകുന്നു. ഇതേസമയം നായകൻ വരുന്നത് നോക്കി കേക്ക് മുറിക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യുമായിരുന്നു. വീട്ടിലെ നായിക ഉൾപ്പെടെ ബാക്കി എല്ലാവരും. ചേട്ടൻ വരാൻ ലേറ്റ് ആവുന്ന തോന്നുന്നത്, അതുകൊണ്ട് നമുക്ക് കേക്ക് മുറിച്ചാലോ എന്ന് ഈ സമയം നായകന്റെ അനിയത്തി ചോദിക്കുന്നു. നായകൻ വരാതെ എങ്ങനെയാണെന്നുള്ള രീതിയിൽ നായിക അങ്ങനെ നിൽക്കുന്ന സമയം വീട്ടിലേക്ക് ഒരു ബൊക്കെ പാർസൽ വരുവാണ്. അതിൽ ഹാപ്പി
ബർത്ത്ഡേ ടു മൈ ലവ് എന്ന് എഴുതിയിട്ടുണ്ടായിരുന്നു. ഇത് കണ്ടത് നായകന്റെ അനിയത്തി കണ്ടില്ലേ ചേട്ടൻ ലേറ്റ് ആവുന്നുണ്ട്, ചേട്ടൻ ഒരു സർപ്രൈസ് ഇവിടേക്ക് എത്തിച്ചതാണ്, ഇനി നമുക്ക് കേക്ക് മുറിക്കാന്ന് പറയുന്നു. അങ്ങനെ ഇപ്പൊ നായിക ഓക്കെ പറയുവാണ്. അങ്ങനെ അവര് കേക്ക് മുറിക്കുന്നു. അങ്ങനെ കേക്കെല്ലാം മുറിച്ച് നായിക ഹാപ്പി ആയിട്ട് അങ്ങനെ നിൽക്കുന്ന സമയത്താണ് നായകന്റെ ഫോണിലേക്ക് ഒരു മെസ്സേജ് വരുന്നത്. അത് നായകന്റെ ഭർത്താവായ ആനന്ദും നീനയും ചുംബിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഫോട്ടോ ആയിരുന്നു. നായകന്റെ ഫോണിലേക്ക് ആ മെസ്സേജ് വന്നിരിക്കുന്നത് ഒരു അൺനോൺ നമ്പറിൽ നിന്നും. അങ്ങനെ ഇപ്പൊ ഇത് കണ്ടതും നായകന്റെ ഹാപ്പിനെസ് മുഴുവൻ തകരുന്നു. അങ്ങനെ നായക സങ്കടം കൊണ്ട് റൂമിൽ പോയി കരയാൻ തുടങ്ങുന്നു. ഈ സമയം നായകന്റെ അനിയത്തി അവിടേക്ക് വന്നിട്ട് എന്താ ഏടത്തി പറ്റിയെന്ന് ചോദിക്കുവാണ്. അപ്പൊ അവളിത് കാട്ടിക്കൊടുക്കുന്നു. ഇത് കണ്ടത് നായകന്റെ അനിയത്തി ആകെ ടെൻഷൻ ആവുകയാണ്. അങ്ങനെ ഇത് കണ്ടതും ചേട്ടനോട് ആകെ ദേഷ്യം തോന്നി അവൾ പുറത്തേക്ക് ഇറങ്ങി വരുന്ന സമയത്താണ് നായകൻ വീട്ടിലേക്ക് എത്തുന്നത്. അങ്ങനെ അവനെ കണ്ടതും ചേട്ടൻ ഇത്ര ചീപ്പായിരുന്നോ, ഏട്ടത്തിനെ പറ്റിച്ച് ഗിഫ്റ്റ് ആയിട്ടൊരു ബൊക്കയും കൊടുത്താ, ഞങ്ങൾ ഏട്ടൻ ചെയ്യുന്ന കാര്യങ്ങളൊന്നും അറിയില്ല എന്ന് വിചാരിച്ചവൻ ചോദിച്ച് അവളാകെ ദേഷ്യപ്പെട്ട് ആ ബൊക്കെ അവന്റെ കൈ കൊടുത്തിട്ട് പോകുന്ന സമയം ബൊക്കയോ ഇതാരും കൊണ്ടേ കൊടുത്തതാ, ഞാനിങ്ങനെ ഒരു ബൊക്കെ കൊടുത്തിട്ടില്ലല്ലോ എന്നൊക്കെ അവൻ ആലോചിക്കുന്നു. ഇതേ സമയം ബൊക്കേന്റെ പുറത്ത് എഴുതിയിരിക്കുന്ന ഹാപ്പി ബർത്ത്ഡേ ടു മൈ ലവ് എന്നുള്ളത് അവൻ കാണുവാണ്. അങ്ങനെ അവൻ ദേഷ്യം കൊണ്ട് നേരെ അകത്തേക്ക് കയറി ചെന്ന് നായികയോട് ചോദിക്കുന്നു, ഇതാരുടെ നിനക്ക് ഈ ബൊക്കെ തന്നത്, നിന്റെ കാമുകനാണോ എന്ന്. ഇത് കേട്ട നായിക ഇത് നിങ്ങളല്ലേ എനിക്ക് അയച്ചേന്ന് ചോദിക്കുന്നു. ഞാനെല്ലാം നായകൻ പറയുന്ന സമയത്ത് ശരി അത് വിട്, ഞാൻ ഈ കാണുന്ന എന്താന്ന് ചോദിച്ചോണ്ട് നായിക അവൾക്ക് കിട്ടിയ ആ ഫോട്ടോ അവന് കാട്ടിക്കൊടുക്കുന്നു. ഇത് കണ്ടത് നായകനാകെ ദേഷ്യം വരുവാണ്. നിനക്കൊരു കാമുകനുണ്ടെന്ന് ഞാൻ കണ്ടെത്തിയതോടെ അതിനെപ്പറ്റി ചോദിച്ചതോടെ നീ എന്നെ സൈലന്റ് ആക്കാൻ വേണ്ടിയാണോ ഇപ്പൊ ഇത് കാട്ടിത്തരുന്നതെന്ന് ചോദിച്ച് അവളെ തല്ലുന്നു. അതുപോലെ ഈ ഫോട്ടോ നിനക്ക് എവിടെ നിന്ന് കിട്ടിയെന്നും അതിനിടയ്ക്ക് അവൻ ചോദിക്കുന്നുണ്ട്. അങ്ങനെ അവൻ നായകനെ ഒരുപാട് ഉപദ്രവിക്കുന്നതായിട്ട് കാണിച്ചുകൊണ്ട് ആ സീനോടെ കട്ടാവുന്നു. അടുത്ത ദിവസം രാവിലെ നായകൻ ഓഫീസിലേക്ക് ചെല്ലുവാണ്. ഈ സമയം ഓഫീസിലുള്ള ആൾക്കാർ മുഴുവൻ നീനയായിട്ട് നായകനെന്താ ബന്ധമുണ്ടെന്നുള്ള രീതിയിലുള്ള കാര്യങ്ങളെല്ലാം സംസാരിക്കുന്നുണ്ടായിരുന്നു. ഇതെല്ലാം കേട്ട് നായകൻ ആകെ ടെൻഷൻ ആവുന്നു. ഇതേ സമയം നായകന്റെ ബോസ് നായകനെ ക്യാബിനിലേക്ക് വിളിപ്പിക്കുകയാണ്. അങ്ങനെ നായകൻ ചെല്ലുന്ന സമയത്ത് അയാളും ഇതിനെപ്പറ്റി അവനോട് ചോദിക്കുന്നു. സാർ അവര് പറയുന്ന പോലെ ഞങ്ങൾ തമ്മിൽ അങ്ങനത്തെ ബന്ധമൊന്നുമില്ല, ഓൾറെഡി എന്റെ കല്യാണം എല്ലാം കഴിഞ്ഞ് എനിക്കൊരു കുടുംബമുള്ളതല്ലേ, അപ്പൊ ഞാൻ അങ്ങനെ പെരുമാറുമെന്ന് ഒരു പാവത്താനെ പോലെ നായകൻ ബോസിനോട് ചോദിക്കുന്നു. അങ്ങനെ ആ സീനോട് കട്ടായി അന്ന് ഈവനിങ് നായകൻ വീട്ടിലേക്ക് തിരിച്ചെത്തുവാണ്. ഈ സമയം നായികയ്ക്ക് കിട്ടിയ മെസ്സേജിനെ പറ്റിയല്ല നായകന്റെ അനിയത്തി അവളുടെ അമ്മയോട് പറയുന്നുണ്ടായിരുന്നു, അതായത് നായകന്റെ അമ്മയോട് പറയുന്നുണ്ടായിരുന്നു. എന്നാൽ ഇതൊക്കെ കേട്ടിട്ടും മകനെ കുറ്റപ്പെടുത്താനോ അവനെ തിരുത്താനോ അമ്മ തയ്യാറാവുന്നില്ല. അതിനെപ്പറ്റി ഒന്നും തന്നെ അവനോട് ചോദിക്കുന്നുമില്ല. അങ്ങനെ ആ സീനോട് കട്ടായി അടുത്ത ദിവസം രാവിലെ തന്നെ നായകൻ നേരെ നീനന്റെ വീട്ടിലേക്ക് ചെല്ലുന്നു. എന്നിട്ട് അവളോട് നീ എന്താ ഇന്നലെ ഓഫീസിലേക്ക് വരാത്തത്, എന്താ അന്ന് അങ്ങനെയൊക്കെ സംഭവിച്ചില്ല, നിന്റെ പിണക്ക് ഇതുവരെ മാറിയിട്ടില്ലേ. അവന്റെ ഈ ചോദ്യം കേൾക്കുന്ന സമയത്ത് നീന പറയുവാണ്, ഞാൻ പോലും അറിയാതെ നീയുമായിട്ട് കൂടുതൽ അടുത്തോണ്ടിരിക്കുവാണ്, എനിക്ക് പേടിയാണ് നിന്നെ പിരിയാൻ കഴിയാത്ത വിധത്തില് ഞാൻ ആയി പോവുമെന്ന്. ഇങ്ങനെയും പറഞ്ഞുകൊണ്ട് അവള് കരഞ്ഞുകൊണ്ട് നായകനെ കെട്ടിപ്പിടിക്കുന്നു. അതുപോലെ അവള് പറയുവാണ്, നിന്റെ കല്യാണം കഴിഞ്ഞ് നിനക്കൊരു കുടുംബമുള്ളതല്ലേ, സോ എനിക്ക് അങ്ങനെ ഒരു ഫീലിംഗ്സ് തോന്നിയാ അത് ഞാൻ നിന്നോട് ചെയ്യുന്ന ഒരു തെറ്റായിരിക്കുമെന്ന്. ഇത് കേൾക്കുന്ന സമയത്ത് നായകൻ പറയാണ്, ഒരിക്കലുമല്ല, എനിക്ക് ഇന്നേ വരെ ഒരു പെണ്ണോടും ഒരു പ്രണയം എന്നുള്ളത് തോന്നിയിട്ടില്ല, എന്നാൽ എനിക്കിപ്പോ ആദ്യമായിട്ട് നിന്നോട് ആ ഫീലിംഗ്സ് തോന്നുന്നുണ്ട്, എന്റെ ഭാര്യയോട് പോലും തോന്നാത്ത അങ്ങനത്തെ ഒരു ഫീലിംഗ്സ്. ഇനി എനിക്ക് നിന്നെ പിരിയാൻ കഴിയും തോന്നില്ല എന്ന് അവൻ പറയുന്ന സമയം ഇത് കേൾക്കുന്ന നീന, അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യേ, നീ എന്റെ കൂടെ അമേരിക്കയ്ക്ക് വാ, നമുക്ക് ഇനിയുള്ള കാലം അവിടെ ജീവിക്കാം, നീ നിന്റെ ഭാര്യനെ ഡിവോഴ്സ് ചെയ്യ്, ഇങ്ങനെ അവനോട് പറയുന്നു. ഇത് കേൾക്കുന്ന അവൻ ഞാൻ അതിന് തയ്യാറാണെന്ന് അവളോട് പറയുന്നു. ഇതേ സമയം നായകന്റെ വീട്ടില് നായിക പതിവ് പോലെ ജോലിയെല്ലാം കഴിഞ്ഞ് റൂമിൽ വന്നൊന്ന് കിടക്കുവാണ്. അപ്പോൾ പതിവ് പോലെ ഒന്ന് മയങ്ങുന്നു. ഈ സമയം ഇന്നലെ വന്നപോലെ തന്നെ നായകന്റെ ചേട്ടൻ അവിടേക്ക് വീണ്ടും വരുന്നു. എന്നിട്ട് ഉറങ്ങിക്കിടക്കുന്ന അവളുടെ ശരീരത്തിൽ അയാൾ ടച്ച് ചെയ്യുവാണ്. ഈ സമയം നായകൻ ഞെട്ടി എഴുന്നേക്കുന്നു. എന്നിട്ട് ഇന്നലത്തെ പോലെ തന്നെ ചേട്ടൻ എന്തീ കാണിക്കുന്നേ, ചേട്ടൻ എന്താ വേണ്ടേന്ന് ചോദിക്കുവാണ്. ഈ സമയം അയാളുടെ ഫീലിംഗ്സ് മറക്കുന്നില്ല. അയാൾ അവളോട് ഓപ്പൺ ആയിട്ട് പറയുന്നു, എന്റെ അനിയൻ നിന്നെ വേണ്ട രീതിയിൽ കെയർ ചെയ്യുന്നില്ല എന്നുള്ള കാര്യം എനിക്കറിയാം, അതുകൊണ്ട് ഇനി മുതൽ ഞാൻ നിന്നെ കെയർ ചെയ്തോളാം, നീ ഞാൻ പറയുന്നതിൽ നിന്ന് തരണമെന്നും പറഞ്ഞുകൊണ്ട് അയാൾ ആ രീതിക്ക് അവളെ അപ്രോച്ച് ചെയ്യുന്നു. ഇത് കേട്ടത് നായികയ്ക്കാകെ ഭ്രാന്ത് പിടിക്കുവാണ്. ഒന്ന് ഇവിടുന്ന് ഇറങ്ങി പോവാമെന്ന് ചോദിച്ചുകൊണ്ട് അയാളോട് ദേഷ്യപ്പെടുന്നു. അങ്ങനെ നായിക ഒച്ച ഉണ്ടാക്കുന്ന സമയത്ത് അയാൾ പെട്ടെന്ന് അവിടെ നിന്ന് ഇറങ്ങി പോകുന്നു. അതിനുശേഷം നായിക ഈ കാര്യങ്ങളിൽ ആലോചിച്ച് ഒരുപാട് ഫീൽ ആയി അവിടെ ഇരുന്ന് കരയുവാണ്. അങ്ങനെ ആ സീനോട് കട്ടായി അടുത്ത സീനില് നീനന്റെ വീട് കാണിക്കുവാണ്. ഇപ്പൊ ആനന്ദ് നീനയും കൂടി ഒരുമിച്ച് അങ്ങനെ കിടക്കുന്നു. ഈ സമയം നീന ആനന്ദിനോട് ചോദിക്കുവാണ്, അപ്പൊ ഇതിനു മുമ്പ് നിനക്ക് പ്രണയം ഒന്നും ഉണ്ടായിട്ടില്ലേ എന്ന്. ഇല്ലാന്നാണ് അവൻ മറുപടി കൊടുക്കുന്നത്. അതിനുശേഷം അവൻ ചോദിക്കുന്നു, നിനക്കൊന്ന് പണ്ട് സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്കൊരു പ്രണയം ഉണ്ടായിരുന്നു എന്നും പറഞ്ഞുകൊണ്ട് അവൾ അതിനെപ്പറ്റി പറയാൻ തുടങ്ങുന്നു. അവളുടെ ക്ലാസ്സിൽ കുമാർ എന്ന് പറയുന്ന ഒരു പയ്യനുണ്ടായിരുന്നു. ക്ലാസ്സിൽ വെച്ച് പരിചയപ്പെടുന്ന അവര് വളരെ പെട്ടെന്ന് ക്ലോസ് ആവുന്നു. അങ്ങനെ അവരുടെ ഫ്രണ്ട്ഷിപ്പ് പ്രണയത്തിലേക്ക് കൺവേർട്ട് ആവുകയാണ്. അങ്ങനെ ഇരിക്കുന്ന ഒരു ദിവസം നീന കുമാറിനെ കമ്പൈൻ സ്റ്റഡിക്ക് വേണ്ടി അവളെ വീട്ടിലേക്ക് വിളിപ്പിക്കുന്നു. അങ്ങനെ മുറിയിലിരുന്ന് ഒരുമിച്ച് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് കൗമാരപ്രായക്കാരായ അവര് ആ ഒരു ഫീലിംഗ്സിന്റെ പുറത്ത് പരസ്പരം ചുംബിക്കുന്നു. ഈ സമയം അത് കണ്ടുകൊണ്ട് അവിടേക്ക് നീനന്റെ അമ്മ വരുവാണ്. അങ്ങനെ അത് വലിയ പ്രശ്നമാവുന്നു. അങ്ങനെ ആ ഒരു പ്രശ്നത്തിന്റെ പേരിൽ ഇനി മകളെ ഇവിടെ നിർത്തിയാൽ ശരിയാവില്ല എന്നുള്ള രീതിയിൽ അവളുടെ അമ്മ അവളെയും കൊണ്ട് അമേരിക്കയ്ക്ക് പോവുകയാണ്. ഇപ്പൊ 5 കൊല്ലങ്ങൾക്ക് ശേഷം അവൾ നാട്ടിലേക്ക് തിരിച്ചെത്തിയിരിക്കുകയാണ്. അങ്ങനെ ഇപ്പൊ ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ട് അവൾ ആനന്ദിനോട് പറയുവാണ്, അന്ന് നാട് വിട്ട് പോയതിനു ശേഷം കുമാറുമായിട്ട് എനിക്കൊരു ബന്ധമില്ലായിരുന്നു. ഇപ്പൊ അവനെ കണ്ടെത്താൻ വേണ്ടിയാണ് ഞാൻ നാട്ടിലേക്ക് തിരിച്ചു വന്നത്. ശരിക്കും അവന് വേണ്ടിയാണ് ഞാൻ നാട്ടിലേക്ക് തിരിച്ചെത്തിയെങ്കിലും ഇവിടെ എത്തി അവനെ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് എനിക്ക് നിന്നെ കിട്ടിയത്. ഇപ്പൊ എനിക്ക് നിന്നെയാണ് ഇഷ്ടം, ഇനി എനിക്ക് നിന്നെ മതി എന്നൊക്കെ അവൾ പറയുന്ന സമയത്ത് ഇതെല്ലാം കേട്ട് ആനന്ദ് ഒരുപാട് സന്തോഷിക്കുന്നു. അങ്ങനെ ആ സീനോട് കട്ടായ അടുത്ത സീനിൽ നായകനെ കാണിക്കുന്നു. ഇപ്പൊ നായകന്റെ ഫോണിലേക്ക് അന്ന് വന്നതുപോലെ നായകനെ നീനയും ക്ലോസ് ആയിട്ടിരിക്കുന്ന ഒരു ഫോട്ടോയും കൂടി വരുന്നു. അങ്ങനെ ഇപ്പൊ കരഞ്ഞുകൊണ്ട് നായിക അത് നായകന്റെ അനിയത്തിനെ കാട്ടിക്കൊടുക്കുന്നു. അന്ന് കുറെ ലേറ്റ് ആയിട്ടാണ് നായകൻ വീട്ടിലേക്ക് വരുന്നത്. അങ്ങനെ നായകൻ റൂമിലേക്ക് എത്തിയതും ഇത്രയും നാളും അവനോടൊന്ന് സംസാരിക്കാൻ പോലും പേടിച്ചിരുന്ന നായിക വളരെ ധൈര്യത്തോടു കൂടി ഭയങ്കര ബോൾഡായി അവനോട് ചോദിക്കുന്നു, എന്താണിതെന്ന്. എന്നിട്ട് ആ വന്ന ഫോട്ടോ കാട്ടിയും കൊടുക്കുന്നു. ഇത് കാണുന്ന സമയത്ത് നായകനാകെ പൊളിയുവാണ്. നീ എന്നെ ചോദ്യം ചെയ്യാനായോടി, നീ ആദ്യം നിനക്ക് ബൊക്കെ അയച്ച നിന്റെ കാമുകനാരാണെന്ന് പറ, നീ നിന്റെ കള്ളത്തരം മറയ്ക്കാൻ വേണ്ടി എല്ലാ പഴിയും എന്റെ തലയിലിടാൻ നോക്കണ്ടെന്നൊക്കെ പറഞ്ഞ് അവൻ വല്ലാതെ ഷൗട്ട് ചെയ്യുന്ന സമയം നായകൻ തിരിച്ച് ദേഷ്യപ്പെടുന്നു. അങ്ങനെ ഈ പ്രശ്നം വീട്ടിലുള്ള എല്ലാവരും
എല്ലാവരും അറിയുന്നു. അങ്ങനെ ഈ കാര്യത്തിനെ പറ്റി എല്ലാവരും ചോദിക്കാൻ തുടങ്ങുന്ന സമയത്ത് നായിക സംഭവിച്ച കാര്യങ്ങളെല്ലാം പറയുന്നു. അപ്പൊ ഒരു കാര്യമില്ലാതെ അതിനിടയ്ക്ക് നായകന്റെ ചേട്ടൻ ഇടപെടുവാണ്. ഈ സമയം ദേഷ്യം വരുന്ന നായിക താൻ ഇതിൽ ഇടപെടാൻ നിൽക്കണ്ട, താൻ ആവശ്യമില്ലാത്ത കാര്യത്തിൽ ഇടപെട്ട തന്റെ യഥാർത്ഥ സ്വഭാവം ഞാൻ ഇവരുടെ അടുത്ത് തുറന്നു പറയുന്നു. നായകന്റെ റൂമിൽ കടന്നു ചെന്ന് നായകനോട് അപ്രോച്ച് ചെയ്ത കാര്യമാണ് അവൾ പറയാൻ തുടങ്ങുന്നത്. ഇത് അവൾ പറഞ്ഞ പ്രശ്നമൊന്നും മനസ്സിലാക്കുന്ന അയാള് പെട്ടെന്ന് കളം മാറ്റി ചവിടുന്നു. ആനന്ദ് നിന്റെ ഭാര്യ ശരിയല്ല, ഇവൾ എന്നെ സെഡ്യൂസ് ചെയ്യാൻ നോക്കി എന്നൊക്കെ പറഞ്ഞ് ആ പഴി അവൾക്ക് നേരെ തിരിക്കുവാണ്. ഇതെല്ലാം കേൾക്കുന്ന സമയത്ത് നായിക അകസരി ഇടുന്നു. അങ്ങനെ അവൾ അവിടെ പൊട്ടിത്തെറിക്കുവാണ്. ഇത്ര നാൾ ഇയാളുടെ ഫിസിക്കലായിട്ടുള്ള ഹറാസ്മെന്റ് എല്ലാം ഞാൻ ഒരുപാട് സഹിച്ചതാണ്, മാനസികമായിട്ട് ഒരുപാട് തകർന്ന് ഇവിടെ ഞാൻ പിടിച്ചു നിന്നതാണ്. ഇനി എന്തായാലും ഇങ്ങനെ ഒരു സ്ഥലത്ത് എനിക്ക് നിൽക്കാൻ കഴിയത്തില്ല, അതുകൊണ്ട് ഞാൻ ഇവിടെ വിട്ട് ഇറങ്ങുവാണെന്നും പറഞ്ഞ് അവൾ ആ വീട് വിട്ടിറങ്ങുന്നു. ഈ സമയം ശരിക്കും പറഞ്ഞാൽ ആനന്ദ് ഒരുപാട് സന്തോഷിക്കുവാണ്. കാരണം അവൾ അങ്ങനെ ഇറങ്ങിപ്പോയാ നൈസായിട്ട് ഡിവോഴ്സ് കൊടുത്ത് അവളെ ഒഴിവാക്കാലോ. അങ്ങനെയാണെങ്കിൽ നീനയോടൊപ്പം അവൻ പ്ലാൻ ചെയ്ത പോലെ അമേരിക്കയിലേക്ക് പോകാനും കഴിയും. അങ്ങനെ ആ ഒരു രീതിക്ക് അവൻ അത് വിടുന്നു. അടുത്ത ദിവസം എന്താ സംഭവിക്കുന്നതെന്ന് നോക്കിയെങ്കിൽ നായകന്റെ അനിയത്തിയില്ലേ, അവൾ അവളുടെ കാമുകനോടൊപ്പം ഒളിച്ചോടുവാണ്. കാരണം ഇനി അവിടെ നിന്നാ അവൾക്ക് ആ പയ്യനോടൊപ്പം ജീവിക്കാൻ കഴിയില്ല എന്നുള്ള കാര്യം ഇവിടെ നടക്കുന്ന ഈ പ്രശ്നങ്ങളെല്ലാം കൊണ്ട് അവൾ മനസ്സിലാക്കിയിരുന്നു. അങ്ങനെയാണ് അവൾ അവിടെ നിന്ന് മുങ്ങുന്നത്. അങ്ങനെ ആ സീനോട് കട്ടായി അടുത്ത ദിവസം നമ്മുടെ നായകൻ വന്ന് ഒരു വക്കീലിനെ കാണുന്നു. എന്നിട്ട് നായികയുള്ള ഡിവോഴ്സിന്റെ കാര്യങ്ങളെല്ലാം, അതായത് അതിന്റെ പേപ്പേഴ്സ് എല്ലാം റെഡിയാക്കുവാണ്. എന്നിട്ട് അതിൽ നായകനെ കൊണ്ട് സൈൻ ചെയ്യിപ്പിക്കാൻ വേണ്ടി അവൻ നേരെ നായകന്റെ വീട്ടിലേക്ക് ചെല്ലുന്നു. എന്നാൽ ആ സമയം നായകന്റെ വീട്ടുകാർ പറയുകയാണ് അവൾ അവിടേക്ക് വന്നിട്ടില്ല എന്ന്. ഈ സമയം നായകൻ ആലോചിക്കുന്നു, അങ്ങനെയാണെങ്കിൽ അവൾ എവിടെ കൈക്കും പോയിട്ടുണ്ടാവുകയെന്ന്. നമുക്കും അങ്ങനെ ഒരു ചിന്ത വരും. ശരിക്കും അവൾ എവിടെയുള്ളതെന്നറിയോ? നീനന്റെ വീട്ടില്. ഇന്നലെ രാത്രി വീട് വിട്ടിറങ്ങി അവളെ നീന അവളുടെ വീട്ടിലേക്ക് കൊണ്ടുവന്നായിരുന്നു. അങ്ങനെ ഇപ്പൊ നീന അവളെ പരിചയപ്പെടുത്തി കൊടുക്കുന്ന സമയം നായികയാണെങ്കിൽ അവളെ നോക്കി കരയാൻ തുടങ്ങുന്നു. ശരിക്കും നീനയായിട്ട് നായികയ്ക്ക് ഒരു ബന്ധമുണ്ടായിരുന്നു. അതെന്താണെന്നല്ലേ, നീന ഓൾറെഡി ആനന്ദിനോട് പറയുന്നുണ്ടായിരുന്നല്ലോ, സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് കുമാർ എന്ന് പറയുന്ന ഒരു പയ്യനുമായിട്ട് അവൾക്ക് പ്രണയം ഉണ്ടായിരുന്നു എന്ന്. ശരിക്കും അത് കുമാർ എന്ന് പറയുന്ന പയ്യനായിരുന്നില്ല, നന്ദിത എന്ന് പറയുന്ന നമ്മുടെ നായികയായിട്ടായിരുന്നു അവളുടെ പ്രണയം. അങ്ങനെ അവർ തമ്മിലുള്ള ഈ പ്രണയം അവരുടെ വീട്ടുകാർ അറിഞ്ഞതും വലിയ പ്രശ്നമാവുകയാണ്. അങ്ങനെയാണ് നീനന്റെ അവളുടെ അമ്മ അമേരിക്കയിലേക്ക് കൊണ്ടുപോയത്. അങ്ങനെ നീന അമേരിക്കയിലേക്ക് പോയതിനു ശേഷം സംഭവിച്ച കാര്യങ്ങളെല്ലാം പഴി കേൾക്കേണ്ടി വന്നത് പാവം നമ്മുടെ നായിക മാത്രമായിരുന്നു. അങ്ങനെ അവൾ അതിന്റെ പേരിൽ ഒരുപാട് അനുഭവിച്ചു. സോ നായികയ്ക്ക് അങ്ങനെ ഒരു ബാഡ് പാസ്റ്റ് ഉള്ളതുകൊണ്ടാണ് പിടിച്ച പിടിയാലെ നായികനെ അവളുടെ വീട്ടുകാർ കല്യാണം കഴിപ്പിച്ചു വിട്ടത്. അങ്ങനെ ഈ ഒരു കാര്യം അക്സെപ്റ്റ് ചെയ്യാൻ കഴിയാതെ കല്യാണം കഴിച്ചുകൊണ്ട് തന്നെയാണ് ആനന്ദുമായിട്ടൊന്ന് അഡ്ജസ്റ്റ് ആവാൻ അവൾക്ക് കുറച്ച് ടൈം വേണമെന്ന് അവൾ ആനന്ദിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. എന്നാൽ ആനന്ദാണെങ്കിൽ അതൊന്നും അക്സെപ്റ്റ് ചെയ്യാതെ അവളോട് പെരുമാറിയത് ആ ഒരു രീതിക്കായിരുന്നില്ലേ. ഇതേ സമയത്താണ് നന്ദിതയ്ക്ക് വേണ്ടി അമേരിക്കയിൽ നിന്ന് നീന തിരിച്ച് നാട്ടിലേക്ക് എത്തിയത്. നാട്ടിലേക്ക് തിരിച്ചെത്തി നന്ദിതേനെ സ്വന്തമാക്കണം എന്നുള്ള ഒരു ആഗ്രഹമായിട്ടായിരുന്നു നീന വന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ നാട്ടിലെത്തിയതിനു ശേഷം അവൾ ആരും അന്വേഷിക്കുന്നതായിട്ട് കാട്ടിയിട്ടുണ്ടായിരുന്നില്ലേ, അത് നന്ദിത തന്നെയായിരുന്നു. മാർക്കറ്റിലെല്ലാം പോകുന്ന സമയത്ത് നന്ദിതേനെ ആരോ ഫോളോ ചെയ്യുന്നതായിട്ട് അവൾക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു, അത് നീനയായിരുന്നു. അങ്ങനെ അവളെ ഫോളോ ചെയ്ത് അവളെ പറ്റി അന്വേഷിക്കുന്ന സമയത്താണ് നീന മനസ്സിലാക്കുന്നത് അവളുടെ കല്യാണം കഴിഞ്ഞു, ഭർത്താവിൽ നിന്ന് അവൾ ക്രൂര പീഡനങ്ങളാണ് ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുന്നതെന്ന്. അങ്ങനെ ഈ ഒരു കാര്യത്തിൽ നിന്ന് അവളെ സേവ് ചെയ്യണമെന്ന് നീന ആഗ്രഹിക്കുന്നു. അതിനുവേണ്ടിയാണ് ആനന്ദ് വർക്ക് ചെയ്യുന്ന സ്ഥലമെല്ലാം കണ്ടെത്തി അവരോട് വർക്ക് ചെയ്യണം എന്നുള്ള ഒരു ഉദ്ദേശമായിട്ട് നീന അവിടെ കയറി പറ്റിയത്. അങ്ങനെ അതിനുശേഷം അവനുമായിട്ട് ക്ലോസ് ആയ എന്റെ ഫോട്ടോസും വീഡിയോസും എല്ലാം എടുത്ത് നായികയ്ക്ക് അയച്ചു കൊടുത്ത് ആ ഒരു രീതിക്ക് അവരെ തമ്മിൽ പിരിക്കാന്നാണ് നീന പ്ലാൻ ചെയ്തത്. അങ്ങനെ ഇപ്പൊ അതേപോലെ നീന ചെയ്യുകയും ചെയ്തു. അങ്ങനെ ഇപ്പൊ പ്രസന്റിൽ ഈ കാര്യങ്ങളെല്ലാം നീന നായികനോട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയം കറക്റ്റായിട്ട് ഇതെല്ലാം കേട്ടുകൊണ്ട് അവിടെ ആനന്ദെത്തുവാണ്. നായിക അവളുടെ വീട്ടിലേക്ക് എത്തിയിട്ടില്ല, അവളവിടെ പോയെന്ന് അറിയില്ല എന്നുള്ള കാര്യങ്ങളെല്ലാം നീനെ കണ്ട് പറയാൻ വേണ്ടി വന്നതായിരുന്നു അവൻ. അപ്പോഴാണ് നായിക ഇവിടെ ഉള്ളതും അവർ സംസാരിക്കുന്ന കാര്യങ്ങളെല്ലാം അവൻ അറിഞ്ഞത്. അങ്ങനെ ഇപ്പൊ അവൻ അവരോട് ദേഷ്യപ്പെടുന്നു. ഓ അത് ശരി, അപ്പൊ രണ്ടുപേരും കൂടി എന്നെ ചീറ്റ് ചെയ്യുമായിരുന്നു അല്ലേ, ഇനി എന്നെ കൊണ്ട് എന്തൊക്കെ ചെയ്യാൻ കഴിയുമെന്ന് ഞാൻ കാട്ടിത്തരാം. ഇങ്ങനെയും പറഞ്ഞുകൊണ്ട് അവന്റെ കയ്യിലിരുന്ന ആ ഡിവോഴ്സ് പേപ്പർ അവൻ കീറി കളയുവാണ്. അങ്ങനെ ഈ ഒരു സീക്വൻസ് കാണിച്ചുകൊണ്ടാണ് ഈ സീരീസിന്റെ ഫസ്റ്റ് എപ്പിസോഡ് തീർക്കുന്നത്. സെക്കൻഡ് എപ്പിസോഡ് നിങ്ങൾക്ക് കാണണമെന്നുണ്ടെങ്കിൽ അത് കമന്റ് ബോക്സിലൂടെ ഞങ്ങളെ അറിയിക്കുക. അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ അത് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഞങ്ങൾ ചെയ്യുന്ന വീഡിയോസ് എല്ലാം ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്ത് കൂടെ നിൽക്കണം. ദെൻ സീ യു ഇൻ നെക്സ്റ്റ് വീഡിയോ. താങ്ക് യു സോ മച്ച്.